കുടജാത്രി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുടജാത്രി. കൊല്ലൂരിലെത്തി സൗപർണികയിൽ മുങ്ങിക്കുളിച്ച് മൂകാംബിക ദേവിയെ തൊഴുതു. ക്ഷേത്രത്തിലെത്തി വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തിയതിനു ശേഷം പിന്നീട് കുടജാത്രിയിലേക്കാണ് പോയത്. കൊല്ലൂരിൽ നിന്ന് കുടജാത്രിയിലേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരുദിശയിലുമായി 3 മണിക്കൂർ ജീപ്പ് യാത്ര. കുടജാത്ര കയറി ഇറങ്ങുന്നത് കൂടിയാകുമ്പോൾ ഏകദേശം 5 മണിക്കൂർ സമയം വേണ്ടിവരും. ക്ഷേത്രത്തിനടുത്ത് തന്നെ കുടജാത്രയിലേക്കുള്ള ജീപ്പ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 425 രൂപയാണ് ചാർജ്. കൂടാതെ കർണാടക സർക്കാരിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ 70 രൂപ എൻട്രൻസ് ഫീസും നൽകണം. ഒരു ജീപ്പിൽ 8 പേർ തികയുമ്പോൾ യാത്ര ആരംഭിക്കാം. ക്ഷേത്രത്തിനടുത്തു നിന്ന് ആരംഭിച്ച ജീപ്പ് യാത്ര മൂലസ്ഥാനമുള്ള ദേവീ ക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത്. ദേവീപ്രീതിക്കായി ആദിശങ്കരൻ തപസ്സു ചെയ്തത് കുടജാത്രയുടെ ഉത്തുംഗതയിലെ സർവജ്ഞപീഠമെന്ന കൽമണ്ഡപത്തിലാണ്. ശങ്കരപീഠത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ താഴ്വാരത്ത് കൊല്ലൂർ ക്ഷേത്രം കാണാം. ശാന്തസ്വരൂപിണിയായ ഉമാദേവി, രൗദ്രഭാവത്തിലുള്ള ദേവി, കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളും കുടജാത്രിയിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണം മല കയറാൻ. യാത്രാമധ്യേ നടപ്പാതയുടെ വലതുവശത്ത് താഴോട്ടിറങ്ങിയാൽ ഗണപതി ഗുഹ. ഇവിടെ നിന്ന് ചിത്രമൂലയിലേക്ക് ഗുഹാമാർഗം പോകാമത്രേ. ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഔഷധക്കൂട്ട് നിറഞ്ഞ കാറ്റായി വന്ന് പ്രകൃതി ഊർജം തരുന്നു. ഇത് കുടജാത്രിയുടെ മാത്രം പ്രത്യേകത. കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അറിവിന്റെ പീഠമെത്താൻ കുറുക്ക് വഴികൾ ഇല്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. അറിഞ്ഞതിനും അപ്പുറമാണ് ആയിത്തീരേണ്ടതെന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു. കുടജാത്രയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ്സു ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച് പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹമറിയിക്കുകയും ചെയ്തു. ഇത് സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരനെ പരീക്ഷിക്കാനുറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇത് അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠം. അക്ഷരപുണ്യത്തിന്റെ അവസാന വാക്ക്. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്ഥലയിൽ. ജ്ഞാനത്തിന്റെ പൂർണ്ണദീപം ആചാര്യർ തെളിച്ചത് ഈ കൽവിളക്കിൽ. കാലം ഏൽപ്പിച്ചുപോയ അവശേഷിപ്പുകളിൽ ശങ്കരപീഠം ജ്ഞാനത്തിന്റെ സ്മാരകശില്പമായി നിലകൊള്ളുന്നു. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കരുത്. അതാണ് നിയമം. പക്ഷെ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വഴിയും വെളിച്ചവും ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ഇല്ലായിരുന്ന കാലത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ ഈ വന്യതയുടെ കൊടുംതണുപ്പിൽ വന്ന് തപസ്സിരുന്നു? എങ്ങനെ ജീവിച്ചു?
8-ാം വയസ്സിൽ 4 വേദങ്ങളും ഹൃദിസ്ഥമാക്കിയ, 12-ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച, 32 വയസ്സിന് മുമ്പ് തന്നെ 300ഓളം സംസ്കൃത കൃതികൾ രചിച്ച് കാലത്തിനു വേണ്ടി കരുതിവെച്ച, കാലത്തിന് മുമ്പേ നടന്ന ആദിഗുരു ശങ്കരാചാര്യർക്ക് എല്ലാം ചെയ്യാൻ അറിയാമായിരുന്നിരിക്കണം. ആചാര്യപാദങ്ങളെ വന്ദിച്ച് മഞ്ഞിറങ്ങിത്തുടങ്ങിയ മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു. ഫോറസ്റ്റ് ചെക്ക്പോസ്റ്റ് നിർദ്ദേശാനുസരണം 6 മണിക്ക് മുൻപ് അവിടെ എത്തണം. മലയിറങ്ങി എത്രയും വേഗം ജീപ്പിനടുത്തെത്തണം. ഇനി മല ഇറങ്ങുന്നതിൻ്റെ ധൃതിയാണ്. മനസ്സ് മുഴുവൻ മൂകാംബികാ ദേവിയുടെ സന്നിധിയാണ്. കുടജാത്രയിൽ നിന്ന് തിരിച്ചെത്തി കുളിച്ച് ശുദ്ധിയായി വീണ്ടും മൂകാംബിക അമ്മയുടെ നടയിലേക്ക്. ക്ഷേത്രത്തിലെത്തി കഷായ പ്രസാദം സ്വീകരിച്ച് സ്വർണരഥത്തിലെ പ്രദക്ഷിണവും കണ്ട് അമ്മയെ വണങ്ങി. പിറ്റേന്നുള്ള നിർമാല്യ ദർശനവും കഴിഞ്ഞ് കൊല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചു.